അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനും നമ്മുടെ യൂട്യൂബ് ചാനലും വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. സത്യത്തിൽ ഞാൻ ഏകദേശം ഒരു 10-15 ദിവസമായിട്ട് ഉത്സവത്തിന്റെ തിരക്കിലായിരുന്നു, ഉത്സവ പരിപാടികളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം തെന്നിയൂർക്കോണം, മുക്കോല തെന്നിയൂർക്കോണം ദേവീക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊലവിള തോട്ടത്തെ രക്തയാമണ്ഡേശ്വരി ക്ഷേത്രം, ഇങ്ങനെ കുറെ ക്ഷേത്രത്തിൽ ഉത്സവവും പരിപാടികളും ഒക്കെ ആയിട്ട് നല്ല ഓട്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഉത്സവത്തിന്റെ ക്ഷീണവും അതിന്റെ ആ ഒരു തിരക്കും ഒക്കെ കൊണ്ട് ഒരു തരത്തിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം രാവിലെ ഇവിടുന്ന് ഏകദേശം ഒരു 4:30 ആകുമ്പോൾ ഇറങ്ങും, 5 മണിക്ക് ഉത്സവ സ്ഥലത്തെത്തും, ഏകദേശം ഒരു 12-1 മണിയാവും തീരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് വീട്ടിൽ വന്ന് ഊണും കഴിച്ചു ഒന്ന് മയങ്ങും. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും എത്ര മണിക്കാ, ഏകദേശം ഒരു 4:30 ആകുമ്പോഴത്തേന്, വൈകിട്ട് 4:30 ആകുമ്പോഴത്തേന് പോകണം. 5 മണിക്ക് അവിടെ എത്തും. 5 മണിക്ക് അവിടെ എത്തി പരിപാടികളെല്ലാം തീർത്തിട്ട് വരുമ്പോഴത്തേനും ഏകദേശം 9-9:30-10 മണി സമയമാവും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നല്ല ടയേർഡായിരുന്നു. അത് തന്നെയല്ല, ഈ ഉത്സവത്തിന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും തോന്നുന്നില്ല. സത്യത്തിൽ അത്രയ്ക്ക് ഒരു വളരെ ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു ലോങ് ഗ്യാപ്പ് വന്നത്. പിന്നെ ഇതിനിടയ്ക്ക്, ഈ ഗ്യാപ്പിനിടയ്ക്ക് കുറേ വിശേഷങ്ങൾ നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോന് വെക്കേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവൻ സൈനിക സ്കൂളിൽ നിന്ന് വെക്കേഷന് വേണ്ടിയിട്ട് വന്നു. ഏകദേശം ഒരു മാസത്തെ ലീവ് അവന് കിട്ടി. അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കുറച്ച് സാധനങ്ങൾ അടുപ്പിക്കുകയും അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെതായിട്ട് ട്യൂഷന് ഒക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു. കാരണം അവൻ ഇനി 10ാം ക്ലാസ്സിലാണല്ലോ, അപ്പോൾ ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറേ ഓട്ടത്തിലായിരുന്നു ഞാൻ. സത്യത്തിൽ ഈ ഉത്സവത്തിരക്കിന് ഇടയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കർമ്മമേഖല ഒന്ന് ചേഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന തൊലവിള രക്തയാമണ്ഡേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് മാറി. വേറെ കാര്യമൊന്നുമില്ല. അതായത് ഈ തൊലവിള രക്തയാമണ്ഡേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൊവ്വ, വെള്ളി, ആയില്യം 1-ാം തീയതി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഉത്സവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ചേഞ്ച് വേണമെന്ന്. കാരണം ഞാനിപ്പം ഏകദേശം ഒരു 6-7 വർഷമായി ആ ക്ഷേത്രത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ സ്ഥിരമുള്ള ഒരു അമ്പലം, അതായത് ഈ ചൊവ്വ വെള്ളി അങ്ങനെ ആഴ്ചയിൽ 2 ദിവസമുള്ള അല്ലാതെ സ്ഥിരമായിട്ട് ഉള്ള നിത്യപൂജയുള്ള ഒരു അമ്പലം വേണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം, അവിടെ ഒരു വേക്കൻസി വന്നു. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ അത് എന്ന് പറയുന്നത് മേജർ ക്ഷേത്രമാണ് കേട്ടോ. നമ്മളെ ഈ തൊലവിളയിലേക്കൂട്ട് കുറച്ച് സമയത്തെ കാര്യങ്ങളൊന്നുമല്ല. വെളുപ്പിനെ 5 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം 10 മണിയാവും അടയ്ക്കുമ്പോൾ. അത് തന്നെയല്ല, ചൊവ്വ ഞായർ ദിവസങ്ങളിൽ ഏകദേശം 10 എന്നുള്ളത് 10:30 മണിയെങ്കിലും ആവും അടയ്ക്കാൻ. പിന്നെ വെള്ളിയാഴ്ച ദിവസം 12 മണിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുൾ ബിസിയായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്തതാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വീഡിയോ പിടിക്കാനും പറ്റുന്നില്ല, വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ലാതെ. അപ്പൊ കുറച്ചൊന്ന് എൻഗേജ് ആകാമെന്ന് വെച്ചു. പക്ഷെ ഞാൻ ഉള്ള ഒരു കാര്യം പറയാം. കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുമലയിൽ നിന്ന് നമ്മൾ മലയൻകീഴിന് പോകുന്ന മെയിൻ റോഡ് ഉണ്ടല്ലോ, തിരുമല പേയാട് മലയൻകീഴ്, ആ മെയിൻ റോഡിലാണ് കുണ്ടമൺ ഭാഗം പാലം. അപ്പൊ കുണ്ടാങ്കടവ് പാലം എന്നാണ് എല്ലാം പറയുന്നത്, കുണ്ടമൺകടവ് എന്നാണ് ശരിക്കും പേര്. അപ്പൊ ആ കുണ്ടമൺകടവ് പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്ന ഒരു അമ്പലമാണ്. അവിടെ എപ്പോഴും ഈ വെടിവഴിപാട് ഒക്കെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. അതായത് ബസ്സിലും വണ്ടിയിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിപാടായിട്ട് പൈസ ഇട്ട് കൊടുക്കും തന്നെ അതിനനുസരിച്ച് വെടിവഴിപാട് നടത്തും. വളരെ ശ്രേഷ്ഠമായ ഒരു അമ്പലമാണ്. വലിയ ശക്തിയും ചൈതന്യവും ഒക്കെയുള്ള ഒരു ഭദ്രകാളി ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പുതിയതായിട്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തം അല്ലെങ്കിൽ പുതിയതായിട്ട് ഏറ്റെടുത്ത കർമ്മമേഖലയുടെ വിശേഷങ്ങൾ, അതായത് കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഭദ്രകാളിയും ദുർഗയും പിന്നെ അതേപോലെ തന്നെ ഗണപതിയുമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രധാന ദേവത എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ്. വളരെ ചൈതന്യമുള്ള, വളരെ ഐശ്വര്യമുള്ള, എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം 5 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 5 മണിക്ക് തുറക്കണം. പിന്നെ അതുപോലെ തന്നെ പൂജാകാര്യങ്ങളായാലും ആധ്യാത്മികമായ വിഷയങ്ങളിലായാലും എല്ലാം തന്നെ അതിൻ്റെതായ ചിട്ടയിൽ മംഗളകരമായിട്ട് നടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് പിന്നെ കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ അതിലും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ശ്രീകോവിലും കാര്യങ്ങളും ഒക്കെ വെച്ച് പുനരുദ്ധാരണ ക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് കുണ്ടമൻ ഭാഗം ദേവീക്ഷേത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡ് ആയതുകൊണ്ടേ നല്ല തിരക്ക് വണ്ടികളുടെ ഇതാ. ഇവിടെ വെടിവഴിപാട് നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് പിന്നെ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർ വന്ന് വാങ്ങിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഇട്ട് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് ഇവിടെ നടന്നു വന്നാലും അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വെടിവഴിപാട് നടത്താം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, അങ്ങോട്ട് പോയാൽ തിരുമലയെന്ന് വരുന്ന വഴിയാണ്. തിരുമലയെന്ന് വന്ന് നേരെ നമുക്ക് പേയാട് മലയങ്കീഴ് റൂട്ട് അങ്ങോട്ട് പോവാം. ഇത് ശരിക്കും കുണ്ടമൻകടവ് പാലം എന്ന് പറയുന്നത് കരമനയാറിന് മുകളിൽ കൂടെയുള്ള ഒരു പാലമാണ് ഇത് ശരിക്കും. അങ്ങനെ നമുക്ക് ഇനി നേരെ ക്ഷേത്രത്തിലോട്ട് കയറാം. സത്യത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ കുറെ സമയം എടുത്തു കേട്ടോ. ഇതാണ് പ്രധാന ശ്രീകോവില്, കണ്ടില്ലേ? അതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കണ്ടില്ലേ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദേവിയും അതേപോലെ തന്നെ ബാക്കിയുള്ള ദ്വാരപാലകന്മാര് അവരുടെയൊക്കെ രൂപങ്ങൾ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ഇവിടുന്ന് ക്ഷേത്രത്തിനകത്ത് കയറിയാൽ വെടിവഴിപാട് കണ്ടില്ലേ, ഇവിടുന്ന് നമുക്ക് ഒറ്റ വെടി 10 രൂപ, ഇരട്ട വെടി 20 രൂപ, വെടിവഴിപാട് കൗണ്ടർ. നമുക്ക് ഇവിടുന്ന് നേരിട്ടും വെടിവഴിപാടൊക്കെ നടത്താം. ഇതാണ് പ്രധാന ശ്രീകോവില്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കോട്ടാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ. പക്ഷെ ഇതിന് കിഴക്കോട്ടും ദർശനമുണ്ട്. ഇവിടെ പിന്നുണ്ടല്ലോ 2 മരങ്ങളുണ്ട് കേട്ടോ, അടിപൊളി 2 മരങ്ങള്. തറ മൊത്തം മണല. അതുകൂടാതെ ആ മണൽപ്പരപ്പിൽ തണലേകിക്കൊണ്ട് 2 വടവൃക്ഷങ്ങൾ അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു സത്യത്തിലെ ഇത്രയും റോഡ് സൈഡിലാണെങ്കിലും ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പോലും ഇതിനകത്തോട്ട് അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ പ്രമിസസിലോട്ട് കയറുമ്പോണ്ടല്ലോ എന്തൊരു ശാന്തതയാണെന്നറിയാവോ. ഇവിടെ തമ്പുരാന്റെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുണ്ടമൻ ഭാഗം ദേവീക്ഷേത്ര ട്രസ്റ്റ് കാര്യാലയം, ഓഫീസും അതേപോലെ രസീത് എടുക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പിന്നെ അതിനോട് ചേർന്ന് തന്നെ വഴിപാട് വിവരങ്ങളൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ വരാതെ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഒക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് നോക്കി ഇതിനകത്തൂടെ ബുക്ക് ചെയ്യാം കേട്ടോ. എല്ലാ വഴിപാടിൻ്റെയും വിശദമായ വിവരങ്ങൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വേണ്ടിയവർ ഇതുവഴി വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ അന്നദാന പുരയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടല്ലോ, ദേവിക്ക് വിഗ്രഹം കൂടാതെ പുറകില് മുടിയുണ്ട്. അപ്പൊ ആ മുടി എന്ന് പറയുന്നത് ഭയങ്കര വിശേഷപ്പെട്ട ഒരു സംഗതിയാണ്. അത് കിഴക്കോട്ടാണ് എഴുന്നള്ളിക്കുന്നത്. മുടി എഴുന്നള്ളിക്കുന്നത് കിഴക്കോട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് 2 വാതിലുകളാണ്. ഒന്ന് വടക്കോട്ടും പ്രധാന വാതിലുണ്ട്, കിഴക്കോട്ടും ഉണ്ട്. പക്ഷെ ഈ കിഴക്കോട്ടുള്ള വാതില് വർഷത്തിലൊരിക്കൽ ഉത്സവത്തിന് മാത്രമേ തുറക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ പിന്നെ കഴകക്കാർക്കൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ അന്നദാന മണ്ഡപം. ഇവിടെ കണ്ടില്ലേ, ഷീറ്റൊക്കെ ഇട്ട് അന്നദാനത്തിനുള്ള സൗകര്യമാണ് ഇവിടെ. അതുകൂടാതെ ആ അന്നദാന മണ്ഡപത്തിന്റെ ഒരു ഭാഗത്തായിട്ട് റൂമുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യങ്ങള്, അതേപോലെ കൈ കഴുകാനുള്ള സൗകര്യങ്ങള്, അങ്ങനെ അതിവിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അതാത് രീതിയിൽ അങ്ങ് നടക്കും. പക്ഷെ ഇത് ശരിക്കും ശ്രീകോവിൽ പൊളിക്കാതെ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ ഒരു ക്ഷേത്രമൊക്കെ പണിയുന്ന സമയത്ത് ദേവി അല്ലെങ്കിൽ ദേവീദേവന്മാരെയൊക്കെ ബാലാലയത്തിൽ ഇരുത്തിയിട്ട് അതിനുശേഷമാണല്ലോ നമ്മൾ ശ്രീകോവിലിന്റെ പണി തുടങ്ങുന്നത്. പക്ഷെ ഇത് ബാലാലയത്തിൽ ഇരുത്താതെ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിൽ തന്നെ സ്ഥാനം കണ്ടിട്ട് ഇതുകൊണ്ടില്ലയോ എന്നോ ശില്പചാതുരിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ. നല്ല ഭംഗി കേട്ടോ. കല്ലിലാണ് മൊത്തം തീർത്തേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഗെറ്റപ്പ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ തമിഴ്നാട്ടിലെയൊക്കെ അമ്പലങ്ങളുണ്ടല്ലോ, ഈ ബൃഹദേശ്വരം പോലുള്ള ഈ കുത്തുപണികളൊക്കെ ചെയ്ത ക്ഷേത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഒരു മിനിയേച്ചർ മോഡലാണ് ഈ സംഭവം കേട്ടോ. എന്തൊരു ഭംഗി എന്നറിയാം. ഈ കട്ടള വെച്ചത് 1-ാം തീയതിയാണ് കേട്ടോ. ഞാനാണ് ആ കട്ടള വെപ്പിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. ഇവിടെ ഇങ്ങനെ ഒരു കൽക്കെട്ട്, അതിലിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്ത് കാണുന്നതാണ് ഗണപതി അമ്പലം. ഇത് ഗണപതി ക്ഷേത്രം. ഒരു ക്ഷേത്രം, അതായത് പ്രധാന ദേവതയുടെയും അതേപോലെ ഉപദേവന്മാരുടെ ഒന്നും ശ്രീകോവിൽ പൊളിക്കാതെ അതായത് പൊളിക്കാതെ തന്നെയാണ് സ്ഥാനം കണ്ടിരിക്കുന്നത്. അപ്പൊ തൊട്ടപ്പുറത്തായിട്ട് ഗണപതിക്ക് പുതിയ ക്ഷേത്രം വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിന്റെ വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ.
കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം ട്രസ്റ്റ് അതുപോലെ പൂർണ്ണതയിലേക്ക് കിടക്കുന്ന ക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന നൽകുക. അങ്ങനെ കണ്ടില്ലേ, ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു രൂപമാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ തടപ്പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്തായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചെറിയ മണ്ഡപം പോലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നാഗരുടെ കാവാണ്, നാഗപ്രതിഷ്ഠ. ഇപ്പുറത്തെ ഒരു ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമുക്ക് കെട്ടുമുറുക്കും കാര്യങ്ങളും അതുപോലെ അഖണ്ഡനാമജപമൊക്കെ വന്നാലേ ചെയ്യാനായിട്ടുള്ളത്. ഇത് ഗണപതിയുടെ ശ്രീകോവിലാണ് കേട്ടോ. എന്തോ അടിപൊളി അല്ലയോ, അതിന്റെ സ്ട്രക്ചർ കണ്ടില്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗണപതിയുടെ ആ ശ്രീകോവിലിന്റെ ഒരു സൈഡിലായിട്ട് അവിടെ തന്നെ ഇരുന്നാണ് ഈ കൊത്തുപണികളെല്ലാം അവർ ചെയ്യുന്നത്. അതിനുള്ള കല്ലുകളാണ് കൊണ്ട് നടുക്കിയിട്ടിരിക്കുന്നത്. ഓന്റെ അമ്മോ, ഒന്നും പറയണ്ടല്ലേ. ഇത് പണിഞ്ഞ് പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ എന്തോ ഭംഗിയായിരിക്കും ഇല്ലയോ. കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്തായാലും ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഭഗവതിയുടെ അഭീഷ്ടസിദ്ധിക്കായിട്ടേ. സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ എല്ലാം കൂടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഇത്രയും വലിയൊരു സംരംഭം തീർന്നു കിട്ടുന്നതല്ലേ. ഇതുകൊണ്ടില്ല, ഇതൊക്കെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുക. ഈ കല്ലൊക്കെ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. കാരണം ഇവിടെ നിൽക്കുന്ന പണിക്കാരൊക്കെ മിക്കവാറും എല്ലാം തമിഴന്മാരാ. അപ്പം മിക്കവാറും ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളായിരിക്കാം. പക്ഷേ വന്യായ പണി തന്നെ ഇവരുടെ കേട്ടോ. അതിൽ ഉള്ള കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ ഇവിടെ കണ്ടില്ലേ. നമുക്ക് കുറച്ചേരം ഇതൊന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ഇതൊക്കെ ഒറ്റ കല്ലുകളാ. അതുകൊണ്ട് ഒരു കല്ല് അവര് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്ന കണ്ടില്ലേ. ഈ വേറെ ഏതോ മരം ഇങ്ങനെ മുറിച്ചിട്ടിട്ട്, എനിക്കൊന്ന് തെങ്ങാണെന്ന് തോന്നുന്നു, തെങ്ങിൽ ഇത് നിൽക്കും എന്തോ, അത്രയ്ക്ക് വെയിറ്റ് അല്ലേ, തെങ്ങാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഉരുട്ടി അതിനടിയിൽ ഇട്ടിട്ട് പതുക്കെ പാര വെച്ച് തള്ളി അത് താപ്പോട്ട് ഇറക്കി ഇടുക. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ഇത് കണ്ടിട്ട് എത്ര പേരുടെ അധ്വാനത്തിന്റെ ഫലമായി ഈ ഒരു സൃഷ്ടിയില്ലേ. ഇവരുടെയൊക്കെ കഴിവ് സമ്മതിച്ചു കൊടുക്കണം സത്യം പറഞ്ഞ. ആ കല്ല് അവരത് എന്താണോ എന്തോ, നൂത്ത് വെക്കാനാണോ അതോ ഇനിയും താഴോട്ട് ഇറക്കാനാണോ എന്തോ. എന്തായാലും നൂത്ത് വെക്കാനായിരിക്കത്തില്ല. നൂത്ത് വെക്കണമെങ്കിൽ ഈ സ്റ്റൈലല്ലല്ലോ. പാരയിട്ട് കുത്തി എനിക്ക് തോന്നുന്നു ഇത് ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്നിട്ട് വേണ്ട അത് മുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെതായ ഷേപ്പിലൊക്കെ അതിൽ പിന്നെ ചിത്രപ്പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാവാം. എന്തായാലും കൊള്ളാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുക. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കല്ലിൽ തന്നെ ഇത്രയും വിപുലമായിട്ട് ഉള്ള പണികൾ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അടിപൊളി. അവരത് എന്തായാലും അതിൽ നിന്ന് താഴത്ത് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ അത് തള്ളി വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനോ വല്ലതും ആയിരിക്കണം. ഒരു തടി അതിന് സ്യൂട്ടാകുന്നില്ല. 3 തടി ഇരുന്നതാ അതിൽ. അയ്യോ, ഇതിൻ്റെ അമ്മ കണ്ടിട്ട് തന്നെ പേടി വരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് എന്നാ വെയിറ്റ് ആയിരിക്കും. കയ്യിലോ കാലിലോ വല്ലതും ഒന്ന് വീണു കഴിഞ്ഞാലേ പണിയാവും. പിന്നെ ഇവരൊക്കെ ഇതിന്റെ എക്സ്പേർട്ടുകളല്ലേ, കണ്ടില്ലേ ഇഷ്ടം പോലെ കല്ലുകളാണ് കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നത്. എത്ര ടൺ കാണൂല്ലേ, ടൺ കണക്കിന് കല്ലുകളല്ലേ. മിക്കവാറും ഒക്കെ പണിയൊക്കെ ഏകദേശം തീരാറായി കേട്ടോ. ഇവിടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാ. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് പിന്നെ പുതിയ ശ്രീകോവിൽ വരുന്നത്. എനിക്ക് ഇത് എന്തായാലും സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പറഞ്ഞാൽ ഈ കൊത്തുപണികളെ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വളരെ പുരാതനമായ ക്ഷേത്രങ്ങളുടെ ഒരു സ്റ്റൈലാ. ഇനിയിപ്പോൾ അത് പണിഞ്ഞു വരുമ്പോൾ നല്ല ഗംഭീരമായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പോ കൊള്ളാം. അമ്മേ നാരായണ. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ക്ഷേത്രം, കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം? അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിനും ആ ക്ഷേത്രത്തിന്റെ ചൈതന്യവും അതിന്റെ ശ്രേഷ്ഠതയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനായിട്ട് ഭക്തജനങ്ങളൊക്കെ തന്നെ നിസ്സീമമായിട്ട് സഹകരിക്കണം. അതേപോലെ
ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ഫണ്ട് അല്ലെങ്കിൽ ആ ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവനകളൊക്കെ കൊടുത്ത് പൂർവാധികം ശക്തിയോടുകൂടി അത് ആ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് മാറാൻ തക്കവണ്ണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. അതിന് ദേവിയോട് തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർക്കുന്നു. എല്ലാവർക്കും ബൈ.